പിക്സൽ എന്നാൽ പിക്ചർ എലമെന്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. പിക്ചർ എലമെന്റ്. ഒരു പിക്സലിനെ കാണാനായിട്ട് ആ ചിത്രം 100% ഇങ്ങനെ സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കള്ളിയിൽ കാണുന്ന ഒരു പീസിനെയാണ്, ഒരു ബിറ്റിനെയാണ് നമ്മൾ ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഇതിനെ ഒരു ബിറ്റ് എന്നും പറയും. ഇത് ഒരു മാപ്പ് രൂപത്തിലായതുകൊണ്ട്, മാപ്പ് രൂപത്തിൽ ഒരു 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 മാപ്പിൽ സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബിറ്റുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബിറ്റ്മാപ്പ് ഇമേജ് എന്ന് പറയുന്നത്. ബിറ്റ്മാപ്പ് ഇമേജിന് പറയുന്ന ഒരു ടെക്നിക്കൽ പേരാണ് റാസ്റ്റർ ഇമേജ്. റാസ്റ്റർ ഇമേജ്. ഒരു ഇഞ്ച് സ്ക്വയറിൽ നമ്മൾ ഒരു ഇഞ്ച് സ്ക്വയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഞ്ച് സ്ക്വയറിൽ എത്ര പിക്സലുകൾ കൊള്ളുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ ചിത്രത്തിന്റെ റെസൊല്യൂഷൻ അഥവാ കൃത്യത നിർണ്ണയിക്കുന്നത്. ഈ ചിത്രത്തിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രണ്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. അതായത് ഒരു ചിത്രത്തിന്റെ റെസൊല്യൂഷൻ അറിയാനായിട്ട്, അതിന്റെ സൈസും മറ്റു കാര്യങ്ങളും അറിയാനായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗം ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് 16.51 സെന്റിമീറ്റർ, ഹൈറ്റ് 24.906 സെന്റിമീറ്റർ, ഇതിന്റെ റെസൊല്യൂഷൻ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഞ്ച് നമ്മളിവിടെ ഒരു ഇഞ്ച് കൊടുക്കാം. ഒരു ഇഞ്ച് 1 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ഇഞ്ച് കൊടുക്കാം. ഇഞ്ച് കൊടുത്തു. ഇങ്ങനെ ഒരു ഇഞ്ച് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ഇഞ്ച് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചിനകത്ത് വരുന്ന പിക്സലുകളുടെ എണ്ണത്തെയാണ് നമ്മുടെ റെസൊല്യൂഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ റെസൊല്യൂഷൻ 72 എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ച് സ്ഥലത്ത് 72 എണ്ണം എന്താ പറയാ റോയിലായിട്ടും 72 എണ്ണം കോളമായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 72 × 72 ആയിരിക്കും ഒരു ഇഞ്ച് സ്ഥലത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പിക്സലുകളുടെ എണ്ണം. അതുകൊണ്ടാണ് അതിനെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ എണ്ണം വരുമ്പോൾ, കൂടുതൽ പിക്സലുകൾ കൊള്ളുമ്പോൾ കൂടുതൽ റെസൊല്യൂഷൻ വരും. ചിത്രത്തിന് കൂടുതൽ വ്യക്തതയും അതുപോലെ തന്നെ ഫയലിന് കൂടുതൽ വലുപ്പവും സംഭവിക്കുന്നു എന്നർത്ഥം.